ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്ര പറയാണ്, രവിയേട്ടാ അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും. അവനവിടെ നിൽക്കുന്നുണ്ട്, നിനക്കെന്താ ചന്ദ്രേ? ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചിട്ട് അവനവിടെ കഴിയട്ടെ. അവൻ അവിടെ താമസിച്ചു എന്ന് കരുതി ലോകമൊന്നും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. അല്ല പിന്നെ സച്ചി നിഷ്കളങ്കയായ ഒരു ചെറിയ കുട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് രേവതി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ട്. അവൾ പിന്നെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ഉറങ്ങുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. പഴയ കാലത്തുള്ള ആ സ്നേഹവും പ്രകടനവും ഒക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അവിടെ ദേവ് എത്തി. ദേവ് എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചേച്ചി റൊമാൻസ് ആണോ? ഒച്ചയാക്കലടി, സച്ചിയേട്ടനെ എണീക്കൂ. ബഹളം ഉണ്ടാക്കാതെ നീ പോ, സച്ചിയേട്ടനെ ഉറങ്ങിക്കോട്ടെ. പോ ഡി, സച്ചി പോകുന്നില്ലേ? ഒച്ച വെക്കാതെ അമ്മേ, സച്ചിയേട്ടനെ എണീക്കൂ. സച്ചിയേട്ടനെ ഉറങ്ങാം അമ്മേ. അപ്പോൾ ദേവു അറിയാണ്, ചേച്ചി താരാട്ടുപാടി ഉറക്കിയത് പോലെയുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് പറയാണ് ദേവുവിനോട്. അപ്പോൾ അമ്മ പറയാണ്, എടി നീ അവനെ എണീപ്പിക്കടി. അമ്മേ നല്ല ഉറങ്ങുന്ന ആളെയാണ് എണീപ്പിക്കേണ്ടത്. ഉറങ്ങുന്ന ഒരാളെ എന്തിനാ അമ്മ ശല്യപ്പെടുത്തുന്നേ? അപ്പോൾ അമ്മ പറയാണ്, അവന് ജോലിക്ക് പോകണ്ടേടി. സമയം എത്രയായി എന്നാ വിചാരം? അപ്പോൾ രേവതി പറയാണ്, സമയമാകുമ്പോൾ എഴുന്നേറ്റോളൂ. പാവം രാവും പകലും കാർ ഓടിക്കുന്നല്ലേ, ഒരല്പസമയം വിശ്രമിക്കട്ടെ. മോളെ, പകൽ കുറേ സമയം ഉറങ്ങരുത്, അത് ശരീരത്തിന് നല്ലതല്ല. പിന്നെ രേവതി അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉറങ്ങുന്നതാണോ പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നതാണോ? അല്ല മോളെ, നീ ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോകും എന്നല്ലേ പറഞ്ഞത്? കുറേ സമയമായില്ലേ ഇവിടെ ഇങ്ങനെ നിന്നാൽ? അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ നിന്നാൽ എന്താ പ്രശ്നം? മോളെ, അവൻ്റെ അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഊഹിക്കാലോ. അപ്പോൾ ദേവു ചോദിക്കുകയാണ്, അവരെന്താ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? സച്ചിയേട്ടൻ ഇവിടെ വന്നതൊന്നും ആരും അറിയാൻ പോകുന്നില്ല അമ്മേ. എടി, ചന്ദ്ര എങ്ങനെയെങ്കിലും അറിയും. അവരോട് യുദ്ധത്തിന് നിൽക്കാൻ എനിക്ക് വയ്യ. രേവതി, നീ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. എന്നെക്കൊണ്ട് പറ്റില്ല. വേണമെങ്കിൽ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. ഞാനോ? ഞാനെങ്ങനെയാടി വിളിക്കുന്നേ? അമ്മയ്ക്കല്ലേ സച്ചിയേട്ടൻ പോകണമെന്ന് നിർബന്ധം, ചെന്ന് വിളിക്ക്. ആടിമാസത്തിൽ സച്ചി നിൻ്റെ അടുത്ത് വന്ന കാര്യം അയൽപ്പക്കത്ത് എല്ലാവരും അറിഞ്ഞു. അവരിൽ ആരെങ്കിലും ചന്ദ്രയോട് പറയും. ചന്ദ്ര ഇങ്ങോട്ട് വന്നാൽ ആകെ പ്രശ്നമാവും. വീണ്ടും രേവതി എന്തോ പറയാൻ വേണ്ടി പോവാണ് അമ്മേ എന്ന് വിളിച്ചിട്ട്. അപ്പോഴാണ് സച്ചി ഒന്ന് തുമ്മിയത്. അപ്പോൾ രേവതി വീണ്ടും പറയാണ്, അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ. അമ്മയുടെ ശബ്ദം കേട്ടാൽ അലാറം അടിച്ചു എന്ന് വിചാരിച്ചിട്ട് സച്ചിയേട്ടൻ എഴുന്നേൽക്കും. ശല്യപ്പെടുത്താതെ അമ്മേ, ഉറങ്ങിക്കോട്ടെ. സച്ചിയേട്ടൻ ഉണരാൻ ഇനി അർദ്ധരാത്രി കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ദേവു അറിയാം. അയ്യോ, പേടിപ്പിക്കാതെടി, അവൻ ഇവിടുന്ന് പോയാലേ എനിക്ക് സമാധാനാവും. വീട്ടിൽ വന്ന മരുമകനോട് 5-6 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറയേണ്ടത്, അല്ലാതെ ഓടിക്കാൻ നോക്കുകയല്ല വേണ്ടത്. കഷ്ടം തന്നെ അമ്മേ. അവനിവിടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ സമയം ആയതുകൊണ്ടല്ലേ മോളെ. ഇനി അവളുടെ സഹോദരൻ പാല് കൊണ്ടുവന്നിട്ട് പറയാണ്, ചേച്ചി പാല്. ഒച്ച വയ്ക്കാതെ, സച്ചിയേട്ടൻ ഉറങ്ങുന്നത് കാണുന്നില്ല നീ? അമ്മേ, സച്ചിയേട്ടൻ ഉണരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കണം, വടയും വേണം. പരിപ്പ് വട അദ്ദേഹത്തിന് നല്ല ഇഷ്ടമാണ്. അവൾ അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും ഫോൺ വന്ന് ശബ്ദിച്ചു, അതായത് സച്ചിയുടെ ഫോണ്. അപ്പോൾ സച്ചി എണീറ്റ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് നല്ല സന്തോഷമായി ഫോൺ വന്നപ്പോൾ. സച്ചി ഫോണിൻ്റെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ചാടി എണീക്കുകയാണ്, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രേവതി പറയാണ്, ഒന്നുമില്ല, അത് നിങ്ങളുടെ ഫോൺ ബെല്ലടിച്ചതാ, അത് ഞാൻ ഞെട്ടിപ്പോയി, എന്തോ ആണെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ഓട്ടത്തിന് വേണ്ടി വിളിച്ചതാണ്, മൈത്രി നഗറിലേക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയാണ്, ശരി, ഓക്കെ സാർ, ഞാൻ വരാം സാർ എന്ന്. അപ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. സച്ചി ഇപ്പോൾ എഴുന്നേറ്റ് പോകുമല്ലോ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ വിളിച്ചതല്ലേ മോനെ, പെട്ടെന്ന് പോകണമല്ലേ? അതെ, സ്ഥിരം വിളിക്കുന്ന ആളാ, അയാൾക്ക് ഷോപ്പിങ്ങിന് പോകണത്രേ. അപ്പോൾ രേവതിയുടെ അമ്മ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. അവനാണെങ്കിൽ തല നേരെ നിൽക്കുന്നില്ല, കൈ നേരെ നിൽക്കുന്നില്ല എന്ന് പറയാണ്. കണ്ണ് തുറക്കാനും പറ്റുന്നില്ല, ഉറക്കം മതിയായിട്ടില്ല എനിക്ക്. അപ്പോൾ ചെന്ന് ഉറങ്ങിക്കോ, ട്രിപ്പ് ക്യാൻസൽ ചെയ്തേ, ഈ അവസ്ഥയിൽ പോകണ്ട എന്ന് പറയാണ് രേവതി. ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കണ്ട. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, എന്താടി ഇത്, ജോലിക്ക് പോകണ്ടേ? വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകണ്ടേ? ജോലിക്ക് പോകാൻ വേണ്ടി വിടവനെ, അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് മുഖം കഴുകിയാൽ ശരിയാവും മോനെ, ഉറക്കക്ഷീണം മാറിക്കോളും മുഖം കഴുകിയാൽ. കിട്ടിയ ഓട്ടം കളയണ്ട മോനെ, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ദിവസം ഓട്ടം കിട്ടാഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതമ്മ പറഞ്ഞത് ശരിയാ. രേവതി, ഞാൻ പോയിട്ട് വരാം. നിൽക്കേ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ചായ കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ പെട്ടെന്നുണ്ടാക്കാം, ഇരിക്ക്. സച്ചി കസേര വലിച്ചിട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയും അവിടെ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് മനസ്സിലാകെ തീ ആളുകയാണ്. പിന്നെ ചായ വെക്കുന്നിടത്ത് വരികയാണ്, അതായത് രേവതിൻ്റെ അമ്മ. എന്നിട്ട് അവർ പറയാണ്, എടി അവൻ പോകാനിരിക്കുകയായിരുന്നല്ലോ, നീ എന്തിനാ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത്?
ചായ കുടിച്ചിട്ട് പോയാൽ ചുറുചുറുക്കോടുകൂടി വണ്ടി ഓടിക്കാം. അപ്പോൾ ദേവു പറയാണ് സച്ചിയേട്ടൻ പോകരുതേ എന്നാ ചേച്ചിയുടെ മനസ്സിൽ. അപ്പോൾ അമ്മ പറയാണ് പോടി അവിടുന്ന്. രേവതി അതേ, എൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ സന്തോഷം വേറെ എന്തുണ്ട്? അപ്പോൾ അമ്മ പറയാണ് നിൻ്റെ ഒരു സന്തോഷം, നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടാ. നീ സച്ചി വിളിക്കാണ്. ആ ദേ വരുന്നോ. തോർത്ത് കൊടുത്ത് അവൻ മുഖമൊക്കെ തുടച്ചിട്ട് പറയാണ് ഞാനേ പോയിട്ട് വരാം. അപ്പോൾ പറയാണ് ഇതാ ചായ കുടിച്ചിട്ട് കൂടെ, ചായ ആയി റെഡിയായി. വേണ്ട രേവതി, ചായ കുടിക്കാൻ എന്നാൽ വൈകും, കുറച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കും ആയിരിക്കും, പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അവൾ പറയാണ് ഇല്ല സച്ചിയേട്ടാ, ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ട് പോയാൽ മതി. അമ്മ പറയാണ് മോളെ പറയുന്നത് കേൾക്ക്, ലൈറ്റായാൽ ട്രിപ്പ് ക്യാൻസലാവും. ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോവാം എന്ന് പറയാണ് സച്ചി. അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് ട്രിപ്പ് ക്യാൻസലായി പോകും. സച്ചി പോകാൻ ഒരുങ്ങിയപ്പോൾ തിരിച്ചു വന്നിട്ട് പറയാണ് രേവതി മീൻ കറിയുടെ മണം ഇപ്പോഴും കയ്യിലുണ്ട്, നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പോൾ ദേവു പറയാണ് ചേച്ചി ചേട്ടന് വേണ്ടി സൂപ്പറായിട്ട് ഉണ്ടാക്കിയതല്ലേ, പിന്നെ എങ്ങനെ സൂപ്പർ അല്ലാതിരിക്കും? സച്ചി ചോദിക്കുക കറി ബാക്കിയുണ്ടോ? ആ ഉണ്ട്, എങ്കിൽ അതെടുത്ത് വെക്ക്, ഞാൻ രാത്രി വന്നിട്ട് കഴിക്കാം. അപ്പോൾ അമ്മ ഒന്നുകൂടി ഞെട്ടുകയാണ്. ഞാൻ കറി ചൂടാക്കി വെക്കാം. സച്ചേട്ടൻ രാത്രി വരുമോ? പിന്നെ വരാതെ. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ആദ്യം കയറുകയാണ്. ദേവുവിനെ പിടിച്ചിട്ട് പറയാണ് എടി അവൻ പറഞ്ഞത് കേട്ടില്ലേ, രാത്രി വരുമെന്ന്. രണ്ടും കൂടി ഒത്ത് കളിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ രണ്ടുപേരും ചിരിക്കുന്ന കണ്ടിട്ട് പറയാണ് ചിരിക്കാതെടി. സച്ചിയെ രേവതി സംസാരിച്ചു കൊണ്ട് പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഗജാനന്ദൻ്റെ ആൾക്കാർ കൂടിയുണ്ട്. അപ്പോൾ അവർ സച്ചി രേവതി ഇറങ്ങുന്നത് കണ്ടിട്ട് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് അവർ മാറി നിൽക്കുക, അവർ കാണും എന്ന് പറയാണ്. ഇതിലൊരുത്തൻ പറയാണ് സച്ചി എന്താ ഇവിടെ, ഭാര്യയെ കാണാൻ വന്നതായിരിക്കും. രാത്രി ഇവിടെ വന്ന് ഇവളെ പൊക്കാമെന്ന് ഗജാനന്ദൻ ബോസ് പറഞ്ഞതല്ലേ, ഇവനിവിടെ ഉണ്ടായാൽ നടക്കില്ല. അപ്പോൾ മറ്റവൻ പറയാണ് പേടിക്കേണ്ട, ആടിമാസമല്ലേ, അവനിവിടെ താമസിക്കില്ല. ആണോ? രേവതി മൈത്രി നഗറിലേക്ക് ഏത് വഴി പോകാൻ എളുപ്പം? അതേ ഈ വഴി പോയാൽ മതി. ആ വഴി പോയാൽ കുറേ ചുറ്റണം, ഈ വഴി പോയാൽ മതി. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഗജാനന്ദൻ്റെ ആൾക്കാരെവിടെ ഒളിച്ച് നിൽക്കുകയാണ് ഒരു മാവിൻ്റെ മറവിലായിട്ട്. അപ്പോൾ സച്ചി കാറ് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് അടിക്കുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കുന്ന സമയത്താണ് കണ്ടത്. അവർ രണ്ടുപേരും അവിടെ പതുങ്ങി നിൽക്കുന്നത് അവൻ കണ്ണാടിയിൽ വെച്ച് കണ്ടു. അപ്പോൾ സച്ചി രേവതിയെ അകത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറയാണ് രേവതി ഞാൻ എൻ്റെ വാച്ച് എടുക്കാൻ മറന്നു, നീ പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വാ. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് വരാം. അവൻ അവരെ കണ്ണാടിയിൽ വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ് ഭാഗ്യം, പേടിക്കണ്ട, അവൻ പോവുക. പിന്നെ അവരവിടെ നിന്ന് ചുറ്റിപ്പറ്റി കളിക്കുന്നത് കണ്ടിട്ട് സച്ചിക്ക് പോകാൻ മനസ്സില്ല. അവരെന്തെങ്കിലും ഇപ്പോൾ ഒപ്പിക്കും എന്നവന് തീർച്ചയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ മഹേഷിനെ വിളിച്ച് പറയാണ് മഹേഷേ മൈത്രി നഗറിലൊരു ട്രിപ്പുണ്ട്, അവിടെ നീ പോകണം, ഞാൻ പേരും ലൊക്കേഷനും ഒക്കെ അയച്ചു തരാം. സച്ചി പിന്നെ വണ്ടിയിൽ തന്നെ കൈയടിച്ച് ഒന്ന് ശക്തിപ്പെടുത്തി ശരീരം ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ട് എണീറ്റ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദേവു ചോദിക്കാണ് അമ്മയോട് സച്ചിയേട്ടൻ പോയില്ലേ, സമാധാനമായില്ലേ നമുക്ക്? അപ്പോഴേക്കാണ് രേവതി വരുന്നത്. സച്ചിയേട്ടൻ്റെ വാച്ച് ഇവിടെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വരാം. അപ്പോഴേക്കും സച്ചി അവിടെ എത്തി. എന്നിട്ട് രേവതി ചോദിക്കാണ് ഇങ്ങ് വന്നോ? പെട്ടെന്ന് ആ വാച്ച് കൊടുക്കും മോളെ, മോന് ജോലിക്ക് പോകണ്ടേ? വാച്ച് കൊടുക്കുകയാണ് അവൾ. വാച്ചൊന്നും വേണ്ട, ഞാൻ ജോലിക്ക് പോകുന്നില്ല. പോകുന്നില്ലേ? ട്രിപ്പ് വിളിച്ചവർ വെയിറ്റ് ചെയ്യില്ലേ സച്ചി? പെട്ടെന്ന് ചെല്ല്. അപ്പോൾ സച്ചി പറയാണ് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തമ്മേ. രേവതി ചായ എടുക്ക്. ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ഇയാളെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത് നന്നായി, ഞാനേ ആകെ ടയർഡാ. എന്നിട്ട് സച്ചി പറയാണ് ഞാനിന്ന് വീട്ടിൽ പോകുന്നുമില്ല, ഇവിടെ കഴിയാം. അത് കേട്ട് രേവതിക്ക് സന്തോഷമായി. പക്ഷേ അമ്മ വലിയ ടെൻഷനിലാണുള്ളത്. ഞാനിവിടെ വരുന്നില്ല, ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ള അമ്മയുടെ പരിഭവം മാറിയല്ലോ അല്ലേ? ഇതാ സച്ചിയേട്ടാ ചായ കുടിക്കേ. അപ്പോഴേക്കും അയൽപ്പക്കത്തുള്ള കുറേ ചേച്ചിമാരവിടെ വന്നു. എന്നിട്ട് വിളിക്കുകയാണ് സച്ചി. രേവതി അവരുടെ അടുത്ത് പോയിട്ട് പറയാണ് ചേച്ചി എല്ലാവരും വന്നിരിക്ക്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് എന്താ എല്ലാവരും കൂടെ? ഞങ്ങൾ സച്ചിയെ കാണാൻ വന്നതാ. എല്ലാവരും ഇരിക്ക് എന്ന് പറഞ്ഞ് സച്ചി എല്ലാവരും ഇരുത്തി. എന്നിട്ട് പറയാണ് രേവതിയോട് രേവതി ചായ എടുക്ക്. അപ്പോൾ ദേവു പറയാണ് ചേച്ചി ഞാനെടുക്കാം ചായ. അതിലൊരാൾ ചോദിക്കുകയാണ് എന്താ സച്ചി, കെട്ടിയോളെ കാണാതെ നിൽക്കാൻ പറ്റുന്നില്ലേ? സച്ചി അത് കേട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ് എന്താ സച്ചി ആടിമാസമൊക്കെ മറന്നോ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ. സൂപ്പർ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ സൂപ്പറായിട്ട് രേവതി ഉണ്ടാക്കി തന്നു. ഭക്ഷണം കഴിക്കാനുള്ള പേരിൽ ഇവളെ കാണാൻ വന്നതല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായേ. ആടിമാസത്തിൽ ഭാര്യ വീട്ടിൽ വരാൻ പാടുണ്ടോ സച്ചി? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഏത് മാസമായാലും ഭാര്യയെ കാണാൻ ഭർത്താവിന് വരാം. പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? സച്ചി ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഞങ്ങളുടെ ധൈര്യമാണ് സച്ചി. എല്ലാവരും ചായ കുടിക്കേ.
സച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും അധികാവില്ല. എന്തിനാ നന്ദി പറയുന്നത്? ചായ തന്നേനോ? അതിന് എന്നോടല്ല പറയേണ്ടത്, ഇവളോടാ. ഇവളല്ലേ ചായ കൊണ്ട് തന്നത്, അപ്പോൾ ഇവളോടല്ലേ നന്ദി പറയേണ്ടത്. അപ്പോൾ ഒരാൾ പറയാണ്, ആകെ ഗജാനന്ദനെ പേടിച്ച ഞങ്ങളിവിടെ നിന്നിരുന്നത്. സച്ചി അവന് വേണ്ടത് കൊടുത്തതുകൊണ്ട് അവനൊന്നടങ്ങി. മുതലിനേക്കാൾ പലിശ കൊടുത്തിരുന്ന അവൻ ഇപ്പോൾ കൊടുത്തതും വാങ്ങിച്ചിട്ട് കൊണ്ട് പോവും. സച്ചിയെ പേടിച്ചിട്ടേ. സച്ചിക്ക് അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. ഞങ്ങൾക്കിപ്പോൾ അവനെ പേടിയില്ല. ഞങ്ങൾക്ക് ധൈര്യം തന്നത് സച്ചിയാ. സച്ചി അവനെ ഒതുക്കിയത് കാരണം ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ കഴിയുന്നു. അതിന് സച്ചിയോട് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത്. അതിനെന്തിനാ നന്ദി പറയുന്നേ? നമ്മൾ ആരെയും ഭയപ്പെട്ട് നിൽക്കരുത്. ഭയപ്പെട്ട് നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മൾ ആരെ ഭയപ്പെടുന്നുവോ അവർ നമ്മളെ തലയിൽക്കേറും. അതെ, എൻ്റെ അച്ഛൻ ഒരു കഥ പറയായിരുന്നു, കേൾക്കണോ? ആ, ദേവു അറിയാണ്. കുട്ടിക്കഥയായിരിക്കും അല്ലേ? ആ, കേൾക്കണം കേട്ടോളൂ, പറയാം. ഒരു ഗ്രാമത്തിൽ സുശീലൻ എന്നു പേരുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം നിന്റെ സമയം ശരിയല്ല, വെള്ളം കാരണം മരണം സംഭവിച്ചേക്കാം. അതുകൊണ്ട് 24 മണിക്കൂറും നീ വെള്ളമുള്ളിടത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അല്ല, ഏത് വെള്ള സച്ചേട്ടൻ ഉദ്ദേശിച്ച്? കുടിക്കുന്ന വെള്ളം, അല്ലാതെ എന്ത് വെള്ള? ജ്യോത്സ്യൻ പറയുന്നത് കേട്ടിട്ട് ഭയന്നിട്ട് അയാൾ ഒരു മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. പെട്ടെന്ന് അയാൾക്ക് ഇക്കിളി വന്ന് നാക്കാണ്. എല്ലാവരും അയാളോട് പറഞ്ഞു, കുറച്ച് വെള്ളം കുടിക്ക്, ഇക്കിളി നിൽക്കുമെന്ന്. വെള്ളം കാരണം മരിക്കുമെന്ന് ജ്യോത്സ്യർ പറഞ്ഞതിനാൽ പേടിച്ച് അദ്ദേഹം വെള്ളം കുടിച്ചില്ല. എന്തായി നിന്നില്ല. ഇക്കിളി കാരണം അയാൾ മരിച്ചു. ഒക്കെ കേട്ട് എല്ലാവരും ചിരിക്കാണ്. അപ്പോൾ രേവതിയുടെ അമ്മ മാത്രം ചിരിക്കാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതാ പറഞ്ഞത്, നമ്മൾ ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല എന്ന്. ഭയം വന്നാൽ മരിക്കുന്നതിന് തുല്യ. അത് പിന്നെ നമ്മളെയും കൊണ്ടങ്ങ് പോവും. എപ്പോഴും ധൈര്യത്തോടെ ഇരിക്കണം. അപ്പോൾ ദേവു പറയാണ്, ശരിയാ സച്ചേട്ടൻ പറയുന്നത്. സച്ചി വന്നാൽ ഇങ്ങനെയാ, ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ടേ വിടൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ തമാശകൾ പറഞ്ഞതാ. ഇപ്രാവശ്യം വല്ലതും ഉണ്ടോ സച്ചി? എത്ര എണ്ണം വേണം? ദാ പിടിച്ചോ. സച്ചി പിന്നെ അവരെ ചിരിപ്പിക്കാൻ വേണ്ടി കുറേ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ കേട്ട് കൂടി നിന്നവരെല്ലാം സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഒരാൾക്ക് മാത്രം ആദി കയറിയിട്ടാണുള്ളത്, അതായത് രേവതിയുടെ അമ്മയ്ക്ക്. അതായത് ചന്ദ്ര എന്ത് പറയും, ചന്ദ്ര എന്താണ് പറയുക, വഴക്ക് പറയൂലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർക്ക് ആദി കയറുകയാണ്. അതൊക്കെ അവർ പറയാണ്, അതേ സമയത്തിനായി, നിങ്ങൾക്ക് പോകണ്ടേ? വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവൂലേ? അയ്യോ, പറഞ്ഞത് ശരി തന്നെ, കുറേ സമയമായി അല്ലേ ഞങ്ങൾ വന്നിട്ട്. സച്ചിയുടെ തമാശ കേട്ട് സമയം പോയതറിഞ്ഞില്ല. പോകുന്നുണ്ടോ സച്ചി? ആ, ഇന്ന്. അപ്പോഴേക്കും അമ്മ പറയാണ്, ആ പോകുന്നുണ്ട്. ഇല്ല പോകുന്നില്ല, ഇന്ന് പോകുന്നില്ല. അപ്പോൾ അമ്മ പറയാണ്, പോകുന്നില്ലേ? മനസ്സിലായി. പോട്ടെ മോളെ. ശരി ചേച്ചി, പോട്ടെ മോളെ. ആ ശരി ചേച്ചി. അപ്പോൾ രേവതിയുടെ സഹോദരൻ പറയാണ്, എന്തൊക്കെ തമാശകളാണ് സച്ചേട്ടൻ പറയുന്നത്, അടിപൊളിയായിട്ടുണ്ട്. ഒക്കെ ഞാൻ കോളേജിൽ പോയി പറയുന്നുണ്ട്, നീ പറഞ്ഞോടാ. ഇനിയും ഒരുപാട് തമാശകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോഴാണ് സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചത്. ആ മഹേഷേ, പറയടാ. എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി? ആണോ? ആ, ഞാൻ രേവതിയുടെ വീട്ടിലാണുള്ളത്. ആ വേണ്ട, നീ ട്രിപ്പൊന്നും കളയണ്ട, എൻ്റെ കാർ എടുത്തോ. നാളെ രാവിലെ തന്നാൽ മതി. ആ, നീ ഇങ്ങോട്ട് വാ. ഓക്കെ ശരിയടാ, നീ വാ. രേവതി ഭക്ഷണമൊക്കെ രാത്രിത്തേക്ക് കൊണ്ടുവച്ചിട്ട് വിളിക്കുകയാണ്, സച്ചിട്ടാ വാ, വന്ന് ഭക്ഷണം കഴിക്കേ. അപ്പോൾ രേവതിയുടെ അമ്മ വന്നിട്ട് പറയാണ്, സച്ചി ഇന്ന് പോകുന്നില്ല എന്ന് പറയുന്നത് കളവായിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചാൽ ഉടൻ പോകാതിരിക്കും അല്ലേ? എനിക്കറിയില്ല അമ്മേ, പോവില്ലെങ്കിൽ നീ പറഞ്ഞു വിടണം അവനെ. സച്ചേട്ടാ വാ, ഇരിക്ക്. സച്ചി വന്നിട്ട് പറയാം, ആഹാ എന്താ മണം, ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ചെയ്യണം. എൻ്റെ അച്ഛൻ കൂടെ ഇല്ലെന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ രേവതി പറയണം, കഴിക്ക്. സച്ചി അമ്മയോട് പറയാണ്, നിങ്ങളിരിക്കുന്നേ, പിള്ളേരെവിടെ, അവരെയും വിളിക്ക്. ആ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, സച്ചേട്ടൻ കഴിക്കുക. ആഹാ അടിപൊളി. അമ്മയുടെ മനസ്സിൽ ആദ്യേറിയാണ്. അമ്മ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇവനെ ഒന്ന് പറഞ്ഞു വിടുക. ആ അല്ല, മോൻ വീട്ടിൽ പോയില്ലെങ്കിൽ അച്ഛന് വിഷമമായില്ലേ? ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് വരില്ലാന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല. മോൻ കഴിക്കേ. വിളിക്കുകയാണ് രേവതിയെ. അതെ, നീങ്ങ് വാ, ഒന്ന് പറയട്ടെ. എന്താ അമ്മേ, ഞാൻ വിളമ്പി കൊടുക്കട്ടെ? നീങ്ങ് വാ, ഒന്ന് പറയാനാ. നീ അവനെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? ദേ, ഭക്ഷണം കഴിച്ചാൽ ഉടൻ പോകാൻ പറയണം. രേവതി പറയാ, അമ്മയ്ക്ക് വായില്ലേ, അമ്മ പറഞ്ഞു വിട്. ഞാനെങ്ങനെ പറയും? ഞാൻ പറഞ്ഞാൽ മോനത് തെറ്റായെടുക്കും. നീ എന്താടി ഒന്നും മനസ്സിലാവാത്തതുപോലെ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞാലും തെറ്റായിട്ടെടുക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം പോവെങ്കിൽ പോവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. ഞാനൊന്നും പറയുന്നില്ല. എടി, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് രേവതി സ്തംഭിച്ച് നിൽക്കുകയാണ്. അതായത് അമ്മയുടെ വായിൽ നിന്നും അങ്ങനെ വീണതുകൊണ്ട്
അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.